എന്തായാലും ചോദ്യപേപ്പർ ചോർന്നെന്ന വാർത്ത ഇപ്പോൾ PSC നിഷേധിച്ചിരിക്കുകയാണ്. അത്തരത്തിലൊരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് PSCയുടെ ഭാഗത്തു നിന്നും വരുന്ന പ്രതികരണം. പരീക്ഷയ്ക്ക് ശേഷമാണ് ചോദ്യപേപ്പറും ഉത്തരസൂചികയും അപ്ലോഡ് ചെയ്തത്. സമയമാറ്റത്തിന് പിന്നിൽ ഗൂഗിളിലുണ്ടായ സാങ്കേതിക പിഴവായിരിക്കാമെന്നും വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഗുരുതര ആരോപണം അല്ലെങ്കിൽ ഗുരുതരമായൊരു വിഷയം തന്നെയാണ് ഇത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർന്നു എന്ന് തന്നെയുള്ളത്. എന്തായാലും ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, വിവരങ്ങൾ. കാളിദാസൻ, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു PSC സൈറ്റിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നത് തന്നെ ഒരു വലിയ വിവാദം ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇക്കാര്യത്തിൽ PSC നൽകുന്ന വിശദീകരണം എന്തെന്നാൽ ഗൂഗിളിന് ഈ സമയം തെറ്റിപ്പോയി എന്നാണ്. അതായത് ഗൂഗിൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈ പേജിൽ ഇടുന്നതിന്റെ സമയം തെറ്റായി കാണിച്ചതിനെ മാധ്യമങ്ങൾ തെറ്റായി ധരിച്ചു എന്നാണ്. അത് സാമാന്യ ബോധമില്ലാതെ തന്നെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒരു ആരോപണം കൂടി അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതായത് ഈ സാധാരണഗതിയിൽ എല്ലാ പരീക്ഷകളും നടക്കുമ്പോൾ PSC അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതായത് ദിവസങ്ങളോ അല്ലെങ്കിൽ വളരെ അടുത്ത ദിവസങ്ങളിലോ ഇത് പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനൊപ്പം തന്നെ ഇതിന്റെ ആൻസർ കീകളും ഇടാനുള്ള സാധ്യതകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത പരീക്ഷ നടന്നതിന്റെ അടുത്ത ദിവസം തന്നെയാണ് ഇത് ഇട്ടത് എന്ന് തന്നെയാണ് PSCയുടെ വിശദീകരണം. അത് കൃത്യമായി പരിശോധിച്ചപ്പോൾ തന്നെ ഗൂഗിൾ അത് അപ്ലോഡ് ചെയ്ത സമയത്തെ തെറ്റായി കാണിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഇത് ഗൂഗിളിനെ അറിയിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ വാർത്ത പരിശോധിക്കാതെ നൽകിയ മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുമെന്നും PSC വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായും വിഷ്ണു, എന്തായാലും ചോദ്യപേപ്പർ ചോർന്നെന്ന വിഷയത്തിൽ ഇപ്പോൾ PSC രംഗത്ത് വന്നിരിക്കുകയാണ്. ഗൂഗിളിലുണ്ടായ സാങ്കേതിക പിഴവാണെന്നാണ് വിശദീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്.